തിരുവല്ലയിലെ മദ്യസംഭരണ കേന്ദ്രത്തിലെ തീപിടുത്തത്തിൽ 10 കോടിയുടെ നഷ്ടമെന്ന് പ്രാഥമിക നിഗമനം. തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ ബിവറേജസ് കോർപ്പറേഷന്റെ സംസ്ഥാനത്തെ എല്ലാ ഗോഡൌണുകളിലും സുരക്ഷാ പരിശോധന നടത്തുമെന്ന് ബെവ്കോ MD ഹർഷിത അട്ടല്ലൂരി. സംഭവസ്ഥലം സന്ദർശിച്ച ശേഷമായിരുന്നു MDയുടെ പ്രതികരണം. ഇന്നലെ രാത്രി 8 മണിയോടെയാണ് പുളിക്കീഴ മദ്യസംഭരണശാലയിൽ തീപിടുത്തമുണ്ടായത്. 3ലധികം കേന്ദ്രങ്ങളിൽ നിന്ന് ഫയർഫോഴ്സ് എത്തിയാണ് തീ അണച്ചത്. തീപിടുത്തത്തിൽ 10 കോടി രൂപയുടെ നഷ്ടമുണ്ടായെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. പട്ടില്ല SP ഇവിടെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം അന്വേഷണം നടത്തുന്നുണ്ട്. അപ്പോൾ ഫോറൻസിക് എവിഡൻസ് എടുത്തിട്ടേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ എങ്ങനെയാണ് സംഭവിച്ചത് എന്ന്. ഇപ്പോൾ ഇത് 45,000 കേസസ് ആണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. 45,000 കേസ് എന്ന് പറഞ്ഞ ഒരു കേസിന് 9 ലിറ്ററാണ് ഉണ്ടാവുന്നത്. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി 5 to 10 crores ആയിരിക്കും. ഓരോ കേസിൻ്റെ ഓരോ ബോട്ടിലിൻ്റെ വില ഡിഫറെൻ്റ് ആയതുകൊണ്ട് അത് എടുക്കുന്നുണ്ട്. 5 to 10 crores ആണ് ഇതിൻ്റെ ഒരു എസ്റ്റിമേഷൻ. തിരുവല്ലയിലുണ്ടായ വൻ തീപിടുത്തത്തിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാന വ്യാപകമായി ബിവറേജസ് കോർപ്പറേഷന്റെ ഗോഡൌണുകളിൽ സുരക്ഷാ ഓഡിറ്റ് നടത്തും. അതിപ്പോൾ ഫയർ ഓഡിറ്റ് നടത്തിയിട്ട് ഉടൻ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കും. ഈ ഫയർ ഫൈറ്റിംഗ് മെഷേഴ്സ് സ്ട്രെങ്തൻ ചെയ്യും. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഇവിടെ മാത്രമല്ല 26 വെയർ ഹൗസസിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത്. ഫയർഫോഴ്സും പോലീസും കൃത്യമായി ഇടപെടൽ നടത്തിയെന്ന മാത്യു ടി തോമസ് MLA. ദൗർഭാഗ്യകരമാണ്. പക്ഷേ എന്താ കാരണങ്ങളെന്നുള്ളതൊക്കെ പോലീസിൻ്റെ അന്വേഷണത്തിൽ കണ്ടെത്തട്ടെ. കാരണങ്ങളെ പറ്റി കമൻറ്റ് ചെയ്യാൻ ഞാൻ ആളല്ലല്ലോ. അപ്പോൾ പോലീസ് വിശദമായി ഇന്നലെ നിരവധി ഫയർ യൂണിറ്റുകൾ വന്നിട്ടാണ് തീയുടെ ഒരു ശമനം ഉണ്ടായത്. അഗ്നിബാധ ഉണ്ടായതിന്റെ കാരണം വ്യക്തമല്ല. പോലീസും ഫയർഫോഴ്സും നടത്തുന്ന പരിശോധന പൂർത്തിയായാൽ മാത്രമേ ഇക്കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ. കൈരളി ന്യൂസ്, പത്തനംതിട്ട.